സീറോ മലബാർ സഭയിലെ ഏകീകൃത കുർബാനയുമായി മുന്നോട്ടെന്ന് സഭാ നേതൃത്വം. മാർപ്പാപ്പയുടെ തീരുമാനം അന്തിമമാണെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തൻ വികാരിയെ ചുമതലയേറ്റ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി വ്യക്തമാക്കി. ഏകീകൃത കുർബാനയർപ്പണ രീതിയെക്കുറിച്ച് സിനഡ് തീരുമാനിച്ചതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുമായ കാര്യത്തിൽ നിന്ന് പിന്നാക്കം പോവുക എന്നത് അസാധ്യമായ കാര്യമാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ നിലപാടനുസരിച്ച് ഒരു കാര്യം മാർപ്പാപ്പ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അന്തിമ തീരുമാനമാണ്. പ്രതിഷേധിക്കുന്നവരെയും അനുകൂലിക്കുന്നവരെയും എല്ലാവരെയും ചർച്ചയ്ക്ക് വിളിക്കും. അങ്ങനെ ഈ രണ്ട് വിഭാഗങ്ങളായിട്ട് അതിരൂപത പോകരുത്. പ്രതിഷേധിക്കുന്നവരെ മുൻധാരണയില്ലാത്ത ചർച്ചയ്ക്ക് തയ്യാറെന്ന് മാർ ജോസഫ് പാംബ്ലാനി. കഴിഞ്ഞ ദിവസത്തെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് ബിഷപ്സ് ഹൗസ്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഇന്ന് വൈകിട്ടാണ് സമവായ ചർച്ച. വിവരങ്ങളുമായി അശ്വിൻ പാലാഴി. അശ്വിൻ, ജോസഫ് പാംബ്ലാനി, ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഇത് എന്താണ് ഈ സമരക്കാർ സമരം നിർത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. സ്നേഹബുദ്ധിയ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ അഭ്യർത്ഥന സമരക്കാർ ചെവിക്കൊള്ളാനിടയുണ്ടോ? ഇന്നത്തെ സമവായ ചർച്ചയിൽ എന്തെങ്കിലും പരിഹാരമാകാനും ഇടയുണ്ടോ അശ്വിൻ? അതിനുള്ള സാധ്യതകൾ കാണുന്നില്ല ഹാഷ്മി. എന്തായാലും ഈ നിലവിൽ ഏകീകൃത കുർബാന നടപ്പാക്കും. സിനഡിൻ്റെ തീരുമാനമാണ് അന്തിമം. അത് നടപ്പാക്കാതിരിക്കാനാവില്ല എന്നുള്ള കാര്യമാണ് പുതുതായി ചുമതലയേറ്റ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി പറയുന്നത്. ഇപ്പോൾ ബോസ്കോ പുത്തൂർ ചുമതല ഒഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പോവുകയാണ്. അതിനിടെയാണ് വിശ്വാസികളുടെ ഒരു പ്രതിഷേധം ഇവിടെ നടക്കുന്നത്. ബോസ്കോ പുത്തൂരിനെ കൂകി വിളികളോടെ ഇവിടുന്ന് യാത്ര അയക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ അദ്ദേഹത്തിൻ്റെ ചുമതലയിലാണ് ഇപ്പോൾ ബിഷപ്പ് ജോസഫ് പാംബ്ലാനി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ആ ചുമതല നൽകിയ ശേഷം പള്ളിയിൽ നിന്ന് മടങ്ങുകയാണ് ബോസ്കോ പുത്തൂർ. അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ബോസ്കോ പുത്തൂർ. അദ്ദേഹം ഈ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു വിഭാഗം വിശ്വാസികൾ അദ്ദേഹത്തെ കൂകി വിളികളോടെ ഈ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ എന്തായാലും ബോസ്കോ പുത്തൂരടക്കം ചുമതലയിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ എടുത്ത തീരുമാനങ്ങൾ അതൊക്കെ പൂർണ്ണമായും പിൻവലിച്ച് അന്നിറക്കിയ സർക്കുലറുകളൊക്കെ അസാധുവാക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി നിഷേധിക്കുന്ന വിശ്വാസികൾ മുന്നോട്ട് വെച്ചിരുന്നു. അതൊക്കെ നടപ്പാകുമോ എന്നുള്ളതൊക്കെ മുന്നോട്ടുള്ള. എറണാകുളം അങ്കമാലി അതിരൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് ബിഷപ്പ് ബോസ്കോ പുത്തൂരിന്റെ രാജി വത്തിക്കാൻ അംഗീകരിച്ചതിനെ തുടർന്നാണ് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയെ അതിരൂപത മെത്രാപ്പൊലീത്തൻ വികാരിയെ നിയമിച്ചത്. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് പദവിക്ക് പുറമെയാണ് പുതിയ സ്ഥാനം. അദ്ദേഹം ഒന്ന് ചുമതല ഏറ്റെടുത്തിരുന്നു. ഏകീകൃത കുർബാനയിൽ നിന്ന് പിന്നോട്ട് പോകൽ അസാധ്യമാണെന്നുള്ളതാണ് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയും പറഞ്ഞത്. പക്ഷേ സമരം നിർത്തണം, നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം, മുൻധാരണയില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാമെന്നതാണ്. പക്ഷേ ഇപ്പോൾ മാർ ബോസ്കോ പുത്തൂർ അവിടെ നിന്ന് പോകുമ്പോൾ വിശ്വാസികളുടെ പ്രതിഷേധമുണ്ടാകുന്നു. വിശ്വാസികൾ കൂവിക്കൊണ്ടാണ് ബിഷപ്പ് ബോസ്കോ പുത്തൂരിനെ അവിടെ നിന്ന് യാത്രയാക്കുന്നത്. അശ്വിൻ പാലാഴിയിരുന്നു. അശ്വിൻ, ഇത് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളായി സംഘർഷങ്ങൾ കണ്ടിരുന്നില്ല. ഈ വാക്തർക്കങ്ങൾ തുടരുമ്പോഴും വീണ്ടും ഒരു സംഘർഷകാലത്തേക്കാണോ പോകുന്നത്? ഇന്നത്തെ സമവായ ചർച്ചയിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് അശ്വിൻ? എന്തായാലും ഈ കുർബാനയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഹാഷ്മി ഏറ്റവും പ്രധാനമായ ഏറ്റവും സെൻസിറ്റീവായ വിഷയം. അത് എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടും എന്നുള്ളത് തന്നെയാണ് തുടർന്നുള്ള ദിവസങ്ങൾ സംഘർഷരഹിതമാകുമോ എന്നുള്ളത് നിർണ്ണയിക്കുന്ന ഒരു ഘടകം. എന്തായാലും 7 മണിക്കാണ് ആ പ്രതീക്ഷയോടെയുള്ള ചർച്ച നടക്കുന്നത്. കളക്ടറുടെ ചേംബറിലായിരിക്കും ചർച്ച. സഭയെ പ്രതിനിധീകരിച്ച് ഒരു പ്രതിനിധിയെ മാത്രമാണ് അയക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ പുതിയതായി ചുമതലയേറ്റ ശേഷം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് സിനഡിൻ്റെ തീരുമാനം അന്തിമമാണ്. അതിനപ്പുറത്തേക്ക് സ്വതന്ത്രമായി അദ്ദേഹത്തിനൊന്നും ചെയ്യാനാവില്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഏകീകൃത കുർബാന തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അത് ഒഴിവാക്കിയുള്ള ഒരു ഇടപാടിനും തയ്യാറല്ല എന്നാണ് പറയുന്നത്. ഈ വിശ്വാസികളുടെ ആവശ്യം ഏകീകൃത കുർബാന മാറ്റി നിലവിൽ തുടരുന്ന ജനാഭിമുഖ കുർബാന തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. എന്തായാലും അതൊക്കെ നടപ്പാക്കാൻ വരുമ്പോൾ ഏതു തരത്തിലുള്ള പ്രതിഷേധം മുൻകാലങ്ങളിൽ കണ്ട അതേ രീതിയിലുള്ള വലിയ പ്രതിഷേധങ്ങളിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപത വീണ്ടും പോകുമോ എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തായാലും ചുമതലയൊക്കെ മാറ്റി മുന്നോട്ട് വരുന്ന ആൾ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ ഒരു വെല്ലുവിളി നിറഞ്ഞ ദൗത്യം തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. എന്തായാലും 7 മണിയോടുകൂടി ഒരു അന്തിമ തീരുമാനം എന്താണ് ഭാവി എന്നുള്ളതിൽ ഒരു വ്യക്തതയുണ്ടാകും. ഹാഷ്മി. ഓക്കെ, അശ്വിൻ പാലാഴിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം ഉണ്ടാവട്ടെ. ഇത് ദൈവം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. അതിനിടയിൽ കൂക്കിവിളി, സംഘർഷം, തമ്മിലടി എന്നൊക്കെ പറയുന്നത് അത്ര നല്ലതാണോ എന്ന് അതിൻ്റെ നേതൃത്വങ്ങളും അല്ലെങ്കിൽ പ്രതിഷേധങ്ങളും നേതൃത്വം നൽകുന്നവരൊക്കെ ആലോചിക്കട്ടെ. സമാധാനപരമായ പ്രശ്നം പരിഹരിക്കപ്പെടട്ടെ.